ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫുള്ളും എന്താ വെള്ളം കയറിയിട്ടുണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ ആ പരിസരം എല്ലാം നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. കണ്ട ഫുള്ള് വെള്ളം കയറി മൊത്തം ഈർപ്പം അടിച്ച്. ഇത് കണ്ട ചേച്ചിയുടെ വീടൊക്കെ എന്താ ഇടിഞ്ഞ് വീഴാറായിട്ടുണ്ട്. എപ്പോഴും ഇത് തന്നെ. വെച്ച കാലം മുതലേ ചേച്ചിക്ക് വീട് വെച്ച കാലം മുതലേ ഈ ദുരന്തം തന്നെ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ആ വീട് വെച്ച് അന്ന് മുതലേ ഈ വെള്ളക്കെട്ടിനകത്ത് തന്നെ ചേച്ചി ജീവിക്കുന്നത്. അപ്പോഴേ മോളെൻ്റെ അടുത്ത് അമ്മ എൻ്റെ ഷൂവും ചെരുപ്പൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ എല്ലായിടത്തും മേളിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറയാം, അമ്മ കുറച്ചും കൂടെ മേളിലെടുത്ത് പോയി, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെയും വെള്ളം അതിൻ്റെ മേളിൽ കയറിയാലോ. എല്ലാം വെള്ളം എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഷൂവും ചെരുപ്പും അതും ഇതൊക്കെ നമ്മൾ അവിടെ ഇട്ടായിരുന്നാലും കൊണ്ടുപോകും. ചേച്ചി എന്ത് ചെയ്യണോ എന്തോ, ഉറക്കമാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു ഉച്ച സമയമാണ് ഇത്. അതുകൊണ്ട് ചേച്ചി നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് അറിയാമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ മോളെൻ്റെ അമ്മ മതി നിർത്ത്, എൻ്റെ കൈ അത് കാര്യം പറ. മോളവിടെ വീണത് കേട്ടോ. ആ സൈഡിലാണ് വീണത്. തെന്നി വീണതാണ്. നല്ല വൃത്തിയ പായലുണ്ടല്ലോ, അതുകൊണ്ട് തെന്നി വീണതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് കൈ കുത്തിയെന്നേ ഉള്ളൂ. പക്ഷേ കൈക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നമായിട്ടുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അത് കുഴമ്പൊക്കെ തേച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവളവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, സന്ധ്യമാന്ന് കേട്ടോ. ഫാൻ ഇട്ടിരുന്ന കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഫാൻ ഇട്ടിരിക്കുന്നത് ചൂടുകൊണ്ടല്ല കേട്ടോ. ഇച്ചിരിയെങ്കിലും ഈർപ്പം ഒന്ന് കുറയട്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഫാന് നല്ല സൗണ്ട് ആയതുകൊണ്ട് ചേച്ചിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മഴയുടെ സൗണ്ടും ഉണ്ട്. അങ്ങനെ മോളതാ എല്ലാം അവിടുന്ന് ചവറെല്ലാം തട്ടി കളയുന്നുണ്ട് കേട്ടോ. എല്ലാം തട്ടി കളഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നെ വാ എന്ന് വിളിക്കും. അപ്പം ഞാൻ വിചാരിച്ചു വല്ല നീർക്കോലിയും കണ്ടായിരിക്കും. അതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളസമയമാകുമ്പോൾ ഇവിടെ ഉള്ളതാണല്ലോ നീർക്കോലികളുടെ ബഹളമായിരിക്കും. ചേച്ചിയുടെ വീട്ടിനകത്ത് നിന്ന് തന്നെ പിടിച്ചെടുക്കും നമുക്ക് നീർക്കോലികളെ. അങ്ങനെ താണ്ട് നോക്കിയപ്പോഴത്തേക്ക് എന്താ, ഞങ്ങളുടെ താറാക്കുട്ടന്മാർ നല്ല വൃത്തിയെ നീന്തി കുളിക്കുക. കാരണം എന്ന് വെച്ചാൽ അവരെ വാങ്ങിച്ചതിന് ശേഷം ഇന്ന് വരയ്ക്കും അവർ നല്ല വൃത്തി ഇതേപോലെ വെള്ളം കിട്ടിയിട്ടില്ല. എന്തായാലും അവൾ പറഞ്ഞു, എന്തായാലും സന്ധ്യമ്മ ഞാൻ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ പോയി കേട്ടോ. എന്തായാലും അതിനകത്ത് കയറി പോയിട്ടുണ്ട്. അവൾ വിളിച്ച് ചേച്ചിയുടെ അടുത്ത് പറയും, അമ്മ ഇതേപോലെ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.